വെൽക്കം ടു കുത്തുബ് ഷാഹി ടോംസ്. സുൽത്താൻ കുലി ഖുതുബുൽ മുൽക്ക് 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഇസ്ലാമിക് നെക്രോപോളിസാണ് കുത്തുബ് ഷാഹി ടോംബുകൾ. ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്ന് 1 കിലോമീറ്റർ നോർത്തായിട്ടാണ് ഈ ടോംബുകൾ സ്ഥിതി ചെയ്യുന്നത്. 2013 മുതൽ 2019 വരെയാണ് ഈ ടോംബുകളുടെ റെസ്റ്റോറേഷൻ നടന്നിരിക്കുന്നത്. ഈ ടോംബുകൾ പണികഴിപ്പിച്ച കാലത്ത് ഇതായിരുന്നു ഹൈദരാബാദിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതികൾ. 1687 കുത്തുബ് ഷാഹി ടോംബുകൾ മുഗൾ രാജാക്കന്മാർ പിടിച്ചെടുക്കുകയും അതൊരു ബറാക്കായി കൺവേർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഇതിന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പിന്നീട് സർ സലാർജംഗ് മൂന്നാമനാണ് ഇതിൻ്റെ റെസ്റ്റോറേഷൻ 19-ാം നൂറ്റാണ്ടിൽ നടത്തിയിരിക്കുന്നത്. കുത്തുബ് ഷാഹി രാജവംശത്തിലെ അവസാനത്തെ രാജാവ് ഒഴിച്ച് ബാക്കി എല്ലാ രാജാക്കന്മാരെയും ഇതിനുള്ളിലാണ് അടക്കിയിരിക്കുന്നത്. ടോംബുകളുടെ ഒത്ത നടക്കായിട്ട് സാക്രോഫാഗസ് എന്ന നിർമ്മിതിയുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ചേംബറിലായിട്ടാണ് ശരിക്കുമുള്ള മൃതദേഹം അടക്കിയിട്ടുള്ളത്. അന്നുകാലത്ത് ഓരോ ടോംബിനുള്ളിലായിട്ടും കാർപ്പറ്റുകളും ഷാൻലിയേഴ്സും വെൽവെറ്റ് കനോപ്പീസും സിൽവർ പോൾസും ഉണ്ടായിരുന്നു. അതുകൂടാതെ പെഡസ്റ്റലിലായിട്ട് കോപ്പീസ് ഓഫ് ഖുറാനും ഉണ്ടായിരുന്നു. ഓരോ റെഗുലർ ഇൻ്റർവെല്ലിലും ആ ഖുറാൻ അവിടെ റിസൈറ്റ് ചെയ്തിരുന്നു. ആദ്യത്തെ സുൽത്താനായ സുൽത്താൻ കുലി ഖുതുബുൽ മുൽക്കിൻ്റെ കബറിടം ഒക്ടഗണൽ ഷേപ്പിലാണ് പണിതിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് 3 കബറുകളാണ് ഉള്ളത്. അതുകൂടാതെ അതിൻ്റെ ടെറസിലായിട്ട് 21 മറ്റു കബറുകളും ഉണ്ട്. എന്നാൽ ഇതിനുള്ളിൽ ആകപ്പാടെ ഒരേ ഒരു ഇൻസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ആ സുൽത്താനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അവിടെ രാജാക്കന്മാരുടെ ടോംബ് കൂടാതെ മൗസൂലം ഓഫ് ഹയാത്ത് ബക്ഷി ബീഗം ഉണ്ട്, ഇൻകംപ്ലീറ്റ് ടോംബ് ഓഫ് മിർ അഹമ്മദ് ഉണ്ട്, ട്വിൻ ടോംബ്സ് ഓഫ് 2 ഫേവറേറ്റ് ഹക്കീംസ് അതായത് ഫിസിഷ്യൻസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ 2 ഫേവറേറ്റ് കോർട്ടീസൻസ് പ്രേമമതി ആൻഡ് താരാമതി അവരുടെ ടോംബ്സ് ഉണ്ട്. പിന്നെ നേഖം ഖാൻ അതായത് കമാൻഡർ ആയിരുന്നു ആർമിയുടെ, പുള്ളിയുടേതും ടോംബ് അവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ അതിനുള്ളിൽ ദർഗയുണ്ട്, ഒരു സൂഫി സെയിൻറ്റിൻ്റെ ദർഗയുണ്ട്. പിന്നെ ഖബറ് കുളിപ്പിക്കാനും അതിൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങൾ നടത്താനുമുള്ള പള്ളിയുണ്ട്. രാവിലെ 9:30 മുതൽ 5 മണി വരെയാണ് നമുക്ക് ഈ ടോംസ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അഡൽട്സിന് 10 രൂപയും ചിൽഡ്രന് 5 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇങ്ങനെ ഹിസ്റ്ററി അറിയാൻ പറ്റുന്ന വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.